കനമൊടു മടിയതു പയ്യെ മടക്കി കനവിലുദിച്ചത് കയ്യിലൊതുക്കി പറ്റും പോലെ വീണ്ടും ചില പണികൾ അടിമകൾ അരുമയോടെല്ലാം ചെയ്യും അനുദിനം ജനുവരിയിൽ ഒരു മാർച്ച്, ജനകോടി കിടുങ്ങും മാർച്ച്, കലണ്ടർ പോലും കണ്ടുഭയക്കും തള്ളിമറിച്ചൊരു മാർച്ച്. ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. അദ്ദേഹം നമ്മളെല്ലാം ഇവിടെ വരുമെന്ന് കണ്ടപ്പോ നേരെ ഇടുക്കിയിലേക്ക് പുറപ്പെടുക. ആര്? മാസങ്ങൾക്ക് മുമ്പേ തീയതി പ്രഖ്യാപിച്ച് ഇടുക്കിയിലേക്ക് പോയ ഗവർണർ കാണേണ്ട ആളില്ലെന്ന് അറിഞ്ഞുകൊണ്ട് പ്രഹസന മാർച്ച് നടത്തിയതും പോരാ, മ്യാഷേ മ്യോശമാണേ. ഗവർണറുടെ ഒപ്പ് പ്രധാനപ്പെട്ട ഘടകമല്ല. പിന്നെ ഈ നട്ടവെയില് നാടകം കളിക്കുന്നതിന്റെ ഉദ്ദേശം സൺബാത്താണോ? വേണമെന്ന് പറയുന്നവരുണ്ട്, വേണ്ടെന്ന് പറയുന്നവരുണ്ട്. ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിലാണ്. എങ്കിൽ ഈ ഗവർണർ ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. ആ ചുമതല കൂടി താങ്ങാൻ കഴിവുള്ള ഒരു മുഖ്യ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ കത്തിക്കരിഞ്ഞ് നിൽക്കുമ്പോ ഇവിടെ പല സ്ഥാനങ്ങളും വകുപ്പുകളും അനാവശ്യമാണ്. ഈ ഒപ്പുവെക്കുക എന്നുള്ള ചുമതല മാത്രമേ ഗവർണർക്ക് നിർവഹിക്കാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒഴുക്കുന്ന കോടികളുടെ കൂടെ കുറച്ചുകൂടി ഒഴുക്കി ഒരു റോബോട്ടിനെ പ്രതിഷ്ഠിക്കുന്നതല്ലേ നല്ലത്? ഒരൊപ്പിന് വേണ്ടി മജ്ജയും മസ്തിഷ്കവും ഉള്ള ഒരു മനുഷ്യനെ എന്തിനാ വെറുതെ മെനക്കെടുത്തുന്നത്? വിശദീകരണം ചോദിച്ചാൽ മറുപടി കൊടുക്കാൻ ഈ ഗവൺമെന്റിന് യാതൊരു പ്രയാസമില്ല. ആ പറഞ്ഞതുള്ളതാ. പെൻഷനെ പറ്റി ചോദിച്ചേ, വിലക്കയറ്റത്തെ പറ്റി ചോദിച്ചേ, ശമ്പളത്തെ പറ്റി ചോദിച്ചേ, PSC നിയമനത്തെയും ഭരണകൂടത്തിന്റെ ധൂർത്തിനെയും കുറിച്ച് ചോദിച്ചേ. മറുപടി വിത്ത് വിശദീകരണം ചൂടപ്പം പോലെ കിട്ടും. 100 ചോദ്യത്തിന് ഒറ്റ ഉത്തരം. അതാണ് ഞങ്ങളുടെ നയം. നിങ്ങളുടെ ചോദ്യം ഏതുമാകട്ടെ, അതിന് മറുപടി കേന്ദ്രം അർഹതപ്പെട്ട ആനുകൂല്യം തടഞ്ഞു വെക്കുന്നു എന്നതായിരിക്കും. തെങ്ങിനും പനയ്ക്കും പ്ലാവിനും എല്ലാം ഒറ്റ തളപ്പ്. ഇവിടെ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ രായവണ്ണോ? അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കേസുകൾ വരും. ആ കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്യും, ചിലത് കോടതി പരിശോധിച്ച് റിമാൻഡ് ചെയ്യും, ചിലത് കോടതി ജാമ്യം കൊടുക്കും. ഇതെല്ലാം എല്ലാവരും സമരങ്ങളിലൂടെ വന്ന ആളുകൾക്കുള്ള അനുഭവങ്ങളല്ലേ. ചിലര് നെഞ്ചുവേദന വരുത്തി ആശുപത്രിയിൽ അഭയം തേടും. അതൊക്കെ സ്വാഭാവികമാണല്ലോ. പിന്നെ നിയമസഭയിലെ കമ്പ്യൂട്ടറൊക്കെ പോലെ പൊതുമുതലിൽ ഉൾപ്പെടാത്ത സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പോലീസിന്റെ ഈ 2 അനുഭവം ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അവര് നിയമപ്രകാരം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നതിന്റെ തെളിവല്ലേ. നിഷ്പക്ഷം ആരുടെ കക്ഷത്തിരിക്കുന്നു എന്നതനുസരിച്ചിരിക്കുമല്ലോ അവരുടെ പക്ഷം. റോഡിലിട്ട് തെരുവ് നായയെ പോലെ തല്ലും എന്ന് പൊതുജന മധ്യത്തിൽ ഭീഷണിപ്പെടുത്തിയപ്പോഴും പോയി കക്കൂസ് കഴുക് എന്ന് പറഞ്ഞപ്പോഴും ഈ പക്ഷരഹിതരുടെ കരുത്ത് ഉയരാതിരുന്നത് എന്താണ്? സമരത്തിന്റെ ഭാഗമായി അന്ന് പോലീസ്, നിങ്ങൾ തന്നെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തല്ലോ, പോലീസ് ആരെങ്കിലും തല്ലിയോ? പോലീസ് തല്ലാതിരുന്നതാണല്ലോ അണ്ണാ വിഷയം. നിഷ്പക്ഷ നിശബ്ദതയുടെ എതിരില്ലാത്ത ഉദാഹരണം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ ലക്ഷങ്ങൾ ചെലവിട്ട് പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നു. 4.52 ലക്ഷം രൂപയ്ക്കാണ് വാട്ടർ ടാങ്ക് നിർമ്മാണത്തിന് പൊതുമരാമത്ത് വകുപ്പ് കരാർ നൽകിയിരിക്കുന്നത്. 4.5 ലക്ഷത്തിന്റെ ടാങ്ക്. അപ്പോൾ ഒരു 50 ലക്ഷത്തിന്റെ എങ്കിലും മൂത്രപ്പുര വേണ്ടി വരും. ചിലപ്പോ സ്വിമ്മിംഗ് പൂളിന്റെ ജോലി ഇനി വാട്ടർ ടാങ്ക് ആയിരിക്കും ചെയ്യുന്നത്. കുളിയും കുടിയും ഒന്നിച്ച് നടക്കുമല്ലോ, നല്ല പരവേശം കാണും. കുടി 4 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരു വീട് കെട്ടി അന്തി ഉറങ്ങാമെന്ന് വിലപിക്കുന്നവരുടെ വിയർപ്പും ചോരയും കൂടെ ഊറ്റി ആ ടാങ്ക് അങ്ങ് നിറയ്ക്ക്.
CCTVക്ക് 15.89 ലക്ഷം, മഴക്കാല വൃത്തിയാക്കലിന് 1.69 ലക്ഷം, ജനറേറ്ററിന് 6 ലക്ഷം, ബാരക്കിന്റെ പണിക്ക് 72.46 ലക്ഷം, മരച്ചില്ല മുറിച്ചതിന് 1.77 ലക്ഷം, ഗാർഡുമാരുടെ അലമാരയ്ക്ക് 1.39 ലക്ഷം, ഇന്റീരിയർ വർക്കിന് 3.50 ലക്ഷം, നടപ്പാതയ്ക്ക് 13.62 ലക്ഷം, കർട്ടൻ 7 ലക്ഷം, പെയിന്റിങ്ങിന് 10.70 ലക്ഷം എന്നിങ്ങനെയാണ് ക്ലിഫ് ഹൗസ് ചെലവുകൾ. ഇത്രയും ലക്ഷം ഒന്നിച്ച് ചെലവാക്കിയിരുന്നെങ്കിൽ പുതിയൊരു ക്ലിഫ് ഹൗസ് വാങ്ങിക്കായിരുന്നല്ലോ. ഈ ഗാർഡിന്റെ അലമാരയ്ക്ക് ചെലവാക്കിയതിന്റെ കൂടെ നഖം വെട്ടിക്ക് ഒരു 12 ലക്ഷം കൂടി കാച്ചാൻ വയ്യായിരുന്നോ? പിന്നെ വാട്ടർ ടാങ്കി മാത്രം ഒതുക്കരുത്, കുറഞ്ഞതൊരു 21 സെന്റ് നിറഞ്ഞു നിൽക്കുന്ന സെപ്റ്റിക് ടാങ്ക് കൂടി റെഡിയാക്കണം. ഈ ലക്ഷങ്ങളൊക്കെ പുറന്തള്ളണമല്ലോ. ഇപ്പോഴാ ഓർത്തത്, ബാത്റൂമിൽ പോയില്ല. ഓഹോ, പറ്റിച്ചും വെട്ടിച്ചും നാട്ടുകാരെ വഞ്ചിച്ചും കഴുകാ കുഴഞ്ഞുവോ. മതിവരാതെ മേഘമൂറ്റി മഴയെ മുക്കിയോ. പറ്റിച്ചോ വെട്ടിച്ചോ. നിനക്ക് ഞാനില്ല, വിഷമിക്കല്ലേ നീ. സുന്ദര വിഷമിച്ചിട്ടല്ല സാറ് ഷൂസിട്ട് ചവിട്ടികളെ എന്റെ കാലം